ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്വരീഖത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ രണ്ട് വിഭാഗമാക്കി തമ്മിൽ തല്ലിക്കുന്ന കുരുവട്ടൂരി ആലയത്തിലെ നരാധമനായ കോമാടൻ അബ്ദുള്ളയുടെ മുരീദായ കുഞ്ഞമ്മദിന്റെ പ്രഭാഷണം പോലത്തെ ഒരു പ്രഭാഷണം മുസ്ലിം എന്ന് മാത്രമല്ല ഒരു മനുഷ്യ സ്നേഹിക്ക് നടത്താൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായുള്ള ചർച്ച ശരിവെച്ച് RSS. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു ചർച്ചയെന്ന് RSS പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ ബാലറാം, പ്രാന്തകാര്യവാഹ് PN ഈശ്വരൻ എന്നിവർ പറഞ്ഞു. മലപ്പുറത്ത് വെച്ച് ലീഗ് സിറ്റിംഗ് MLAയുമായി അടക്കം ചർച്ച നടന്നു. വിശാലമായ രാജ്യ താൽപര്യം മുന്നിൽ കണ്ട എല്ലാവരുമായും ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിലും ഇസ്ലാം സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൗഹാർദ്ദം പുലർത്തുന്ന ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ 3 ദിവസം തുടർച്ചയായിട്ടുള്ള യാത്ര ചെയ്ത സമയത്ത് ഞാൻ 5-8 മുസ്ലിം നേതാക്കന്മാരെ കാണുകയുണ്ടായി. അപ്പോൾ അവരുമൊക്കെ നിങ്ങളുമായിട്ട് സഹകരിക്കാനും സൗഹാർദ്ദം ആഗ്രഹിക്കുന്നു എന്നുള്ള അത്തരം ആധ്യാത്മിക വഴികളിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവര്യന്മാരോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് ഈ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് ശക്തി പകരണം, BJPയെ വളർത്തണം എന്നാണ് കുഞ്ഞമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഐക്യവും അഖണ്ഡതയും തകർത്തത് BJP ആണെന്ന കാര്യത്തിൽ ഒരു മനുഷ്യ സ്നേഹിക്കും തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആശയപരമായ സംഘടനകൾ ഉണ്ടായിട്ടും ഫാസിസത്തെ തകർക്കൽ അനിവാര്യമാണ്. ഇനി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ഫാസിസ്റ്റുകളുടെ കയ്യിൽ അകപ്പെടാൻ പാടില്ലെന്ന് അങ്ങനെ ചിന്തിച്ച ഒരു പറ്റം ആളുകളാണ് കോൺഗ്രസിന് പിന്തുണ നൽകിയിട്ടുള്ളത്. കുറഞ്ഞ സീറ്റുകൾക്കാണെങ്കിലും കോൺഗ്രസ് ഇവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിയും ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ കരുത്തോടുകൂടി ഇന്ന് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന നിലക്ക് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെ ഉണ്ടെങ്കിലും കോൺഗ്രസിന് അധികാരത്തിലേറ്റാൻ വേണ്ടി ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ. ആ സമയത്താണ് കുഞ്ഞമ്മദിനെ പോലെയുള്ള നരാധമന ത്വരീഖത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കോമാടൻ അബ്ദുള്ളയുടെ മുരീദായ പടുജാഹില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരുപാട് വർഗീയ കലാപങ്ങൾ കണ്ടവരാണ് നാം എല്ലാവരും. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് നരേന്ദ്രമോദിയും BJPയുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം കിട്ടണം. അധികാരം കിട്ടണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അധികാരത്തിലേറാൻ കഴിയൂ എന്ന് നല്ല ബോധ്യമുള്ള BJP മുസ്ലിമിനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും തമ്മിൽ തല്ലിക്കാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. കേരളത്തിലും വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പാടുപെടുകയാണ് BJP. കേരളത്തിൽ കൊണ്ടു നടക്കുന്ന ഐക്യവും സ്നേഹവും സാഹോദര്യവും തകർത്താൽ മാത്രമേ കേരളത്തിന്റെ ഭരണം ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന് BJPക്ക് നന്നായി അറിയാം. മാറാട് കലാപം അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കലാപമുണ്ടാകുന്നത്. നിരപരാധികളായ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി, സ്ത്രീകളെ കൊന്നൊടുക്കി, അംഗങ്ങൾ വിച്ഛേദിച്ചു കളഞ്ഞു. അവരൊരു വീട്ടിലേക്ക് കയറിയപ്പോ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ സ്ത്രീയെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് താണുകേണപേക്ഷിച്ചു. ഞാൻ പൂർണ്ണ ഗർഭിണിയാണെന്ന് ആ സ്ത്രീ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു.
പക്ഷേ നരാധമന്മാരായ അക്രമകാരികൾക്ക് അത് കേൾക്കാനുള്ള ചെവി ഉണ്ടായിരുന്നില്ല. അവർ ആ സ്ത്രീയുടെ 2 കൈയും 2 കാലുകളും എത്രത്തോളം അകറ്റാൻ കഴിയുമോ അകറ്റി വെച്ചപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ആ സ്ത്രീയുടെ വയറ് കൂടുതൽ പുറത്തേക്ക് ചാടി വന്നു. ആ സമയത്ത് ആ വയറ് കീറുകയും ചെയ്തു. ശേഷം കുട്ടിയെ പുറത്തെടുത്തുകൊണ്ട് കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കിയതിനു ശേഷം വയറ്റിലേക്ക് തന്നെ ആ കഷ്ണങ്ങൾ നിക്ഷേപിക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ അക്രമകാരികളെ ഒരു മനുഷ്യ സ്നേഹിക്ക് എങ്ങനെയാണ് പിന്തുണക്കാൻ കഴിയുക? പിന്നെ എന്തുകൊണ്ടാണ് കുരുവട്ടൂരികൾക്ക് അതിന് സാധിക്കുന്നത്? അവരും ആഗ്രഹിക്കുന്നത് BJPയെ പോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം. കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. സമാധാന അന്തരീക്ഷം തകർക്കണം. തകർത്താലേ തങ്ങൾക്ക് വളരാൻ കഴിയുകയുള്ളൂ എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ BJPയുമായി കൂടിച്ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തമ്മിൽ തല്ലിച്ച് അവർ വളരാനും അതോടൊപ്പം കേരളത്തിൽ BJPയുടെ ഭരണം കാഴ്ചവെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് BJP അധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും. ഉയർന്ന സ്ഥാനങ്ങളിൽ തങ്ങളുടെ നേതാക്കന്മാരെ കുടിയിരുത്താനും സാധിക്കുമെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇന്നലെ കുഞ്ഞമ്മദ് ആ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. 2 ദിവസം മുമ്പ് നൗഷാദിന്റെ ഒരു പ്രഭാഷണം നാം എല്ലാവരും കേട്ടവരാണ്. ഉമർ ഹഫീദ് കേരളത്തിൽ വരുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വരവും കാത്ത് നാം എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ സാധിക്കുകയില്ല എന്നറിയിച്ചിട്ടുള്ളത്. ആ സമയത്താണ് നൗഷാദിന്റെ പ്രഭാഷണം വരുന്നത്. ഇപ്പൊ ഉത്തരം കിട്ടും പറഞ്ഞ നിങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞ ആളില്ലേ നിങ്ങളെ ഷെയ്ഖ്? എന്താ ഇറങ്ങാത്തത്? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാ, മൂപ്പര് ഇന്ത്യയിലേക്ക് വരണോ വരണ്ടേ എന്ന് ഇനി ലോകം ഭരിക്കുന്ന ഇന്നത്തെ മശായിഖുമാര് തീരുമാനിക്കും. അതിന്റെ അപ്പുറം നിങ്ങൾക്ക് തീരുമാനിച്ച് വരി കഴിയൂല നിങ്ങൾക്ക്. അപ്പൊ അതൊന്നും നിങ്ങൾ കൊണ്ടുവരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ. ഉമർ ഹഫീദ് കേരളത്തിൽ വരണമോ എന്ന് ഞങ്ങളുടെ മശായിഖന്മാർ തീരുമാനിക്കണമെന്നാണ്. ആരാണ് ഇവരുടെ മശായിഖന്മാർ? അത് മറ്റാരുമല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും തുടങ്ങിയിട്ടുള്ള BJP നേതാക്കന്മാരാണ്. അവർ വിചാരിച്ചാൽ മാത്രമേ ഇന്ത്യ രാജ്യത്തേക്ക് ഉമർ ഹഫീദിന് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നൗഷാദ് പറഞ്ഞു വെച്ചത്. അത് കുഞ്ഞമ്മദിന്റെ പ്രഭാഷണം കേട്ടപ്പോഴാണ് കുരുവട്ടൂരികളുടെ യഥാർത്ഥ മശായിഖന്മാർ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. BJPയുമായി ഒരു അവിഹിത ബന്ധമുണ്ടാക്കിയിട്ട് ഉമർ ഹഫീദിനെ പോലെയുള്ള ആളുകളെ വരുന്നതില്ലാതാക്കിയാൽ AP വിഭാഗം പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാം. രാജ്യം അഭിമുഖീകരിച്ച കടുത്ത വെല്ലുവിളികൾ, ഫാസിസത്തിൻ്റെ അരങ്ങേറ്റത്തെ തടയിടുക എന്നുള്ളതായിരുന്നു അന്ന് കേരളത്തിലെ ഓരോരുത്തരും അന്ന് ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് ഫാസിസത്തിനെതിരെ ശക്തമായി നമുക്ക് വിധി എഴുതുവാൻ സാധിച്ചു. ആ അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് എത്ര ഭീഷണമായിട്ടാണോ ഫാസിസത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അതിനേക്കാളും ഭീഷണിയാണ് ഇപ്പോൾ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിൻ്റെ ഭീഷണി എന്നുള്ളത് വീണ്ടും അത് ഇരട്ടിച്ചിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഫാസിസത്തെ രാജ്യത്ത് നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ സാധിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ കേരളക്കാരും തമിഴ്നാട്ടുകാരും നമ്മൾ കാര്യമായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ തന്നെ പ്രതികരിച്ചു. പക്ഷേ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണം ഫാസിസത്തിനെതിരെ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. കേട്ടില്ലേ, കുഞ്ഞേമെന്ന് പിന്തുണ പ്രഖ്യാപിച്ചവരെ പറ്റിയാണ് ഈ പറയേണ്ടത്. പാണക്കാട് സാദിഖലി തങ്ങളെ ഫാസിസത്തിനെതിരെ നമ്മൾ മുമ്പ് വിധി എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറമാണ് എന്ത് ഫാസിസം ഇന്ന് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ആ ഫാസിസത്തിനെതിരെ പോരാടണം, അതിനെതിരെ നിലകൊള്ളണം എന്നാ പാണക്കാട് തങ്ങൾ പറയണ്ടേ. ആ പാണക്കാട് തങ്ങളിൽ മാതൃകയുണ്ട്. സംശുലമായി നമുക്ക് പഠിപ്പിച്ചു തന്ന എന്താണ്? പാണക്കാട് തങ്ങന്മാർ അംഗീകരിക്കണം, അവർക്ക് മഹത്തുണ്ട്.
അവർക്ക് ഭൂഗാത്തങ്ങളെ വർക്കത്തുണ്ട്, അവർക്ക് ഔലിയാക്കളെ കാവലുണ്ട്, മദതുണ്ട്, സഹായമുണ്ട്, അന്നും ഇന്നും എന്നും ഔലിയാക്കളെ പിന്തുണണ്ട് എന്ന് പറഞ്ഞ ആ തങ്ങളാണ് പറയേണ്ടത്. ഇന്ന് നിങ്ങൾ ഗുരുവട്ടൂരിച്ച് നടത്തിയ പ്രസംഗത്തില് കുഞ്ഞമ്മ പറഞ്ഞെന്താ, വട്ടൂരികളെ ആ മോഡിക്ക് ശക്തി പകരണം, പിന്തുണ കൊടുക്കണം, മോദിജിക്ക് പിന്തുണ കൊടുക്കണം എന്ന് പറയുമ്പം ആ മോദിജി ഫാസിസ്റ്റാണെന്ന് തുറന്നു പറയണ ആരാ? പിന്തുണ കൊടുക്കാൻ പാടില്ല എന്നാ പാണക്കാട് തങ്ങൾ പറയുന്നത്. അടുത്ത ക്ലിപ്പ് കണ്ടോളി. നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളും പാണക്കാട് തങ്ങന്മാരും ബന്ധമുണ്ടോ? പറയടോ, മറുപടി ഉണ്ടെങ്കിൽ പറയടാ, ആൺകുട്ടികളുണ്ടെങ്കിൽ. മനസ്സിലായോ? അതാ ഞാൻ നേരത്തെ ചോദിച്ചേ, എത്ര കാലം ഇവിടെ നിങ്ങൾ വലിയ മഹത്വം പറഞ്ഞ പാണക്കാട് തങ്ങന്മാര് ഈ മോഡിക്കെതിരെ, ഈ BJPക്കെതിരെ, ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓല് പറഞ്ഞതൊക്കെ തെറ്റും. ഓല് എന്തെങ്കിലും പറഞ്ഞേക്കണം മോദിജിക്ക് ശക്തി പകരണമെന്ന്, മോഡിക്ക് ശക്തി പകരണമെന്ന് ഓല് ഈ മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബമാണ് പാണക്കാട് തങ്ങന്മാർ, വർക്കത്തുള്ള കുടുംബാണെന്ന് പറഞ്ഞ ആ പാണക്കാട് തങ്ങന്മാർ എന്തെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളിന്ന് ഗുരുവട്ടൂർ വെച്ച് നടത്തിയ പ്രസംഗത്തെ പോലെ നിങ്ങളെന്താ പറഞ്ഞ, ഇവിടുത്തെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ മോദിജിക്ക് ശക്തി പകരണം. എന്നാൽ പാണക്കാട് സാധിക്കില്ല നിങ്ങൾ പറഞ്ഞ കേട്ടോ, ഐക്യവും അഖണ്ഡതയും ഒക്കെ തകർത്തത് ഈ ഫാസിസ്റ്റുകളാണ് എന്ന് വ്യക്തമായിട്ട്. നിങ്ങൾ ആർക്കാണോ നിങ്ങൾ അത് ഐക്യവും അഖണ്ഡതയും ഉണ്ടാക്കാൻ പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് അത് തകർത്തത് എന്ന് സാധിക്കൽ നിങ്ങൾ വീണ്ടും പറഞ്ഞ കേട്ടോ. പിന്നെ ഓർക്കാ പിന്തുണ കൊടുക്കേണ്ടത്? നിങ്ങളാ പാണക്കാടകന്മാരെ കൂട്ടത്തിലുള്ള മുസ്ലിം ലീഗുകാരും കേട്ടോളി, ഈ വർഗത്തിൽ അടുപ്പിക്കാൻ പാടില്ല. അതാണ് നമ്മൾ പറയണ്ടേ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയോ? അത് അംഗീകരിക്കാനെങ്കിൽ പാണക്കാട് സാധിക്കൽ തങ്ങൾ പറഞ്ഞത് എന്ത് ചെയ്യും? ഇനി തങ്ങൾ പറഞ്ഞിട്ടോളി. എന്നാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. മാറ്റങ്ങൾ വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. മാറ്റങ്ങളിലൂടെയാണല്ലോ ലോകം കടന്നു പോകുന്നത്. ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി ഫാസിസ്റ്റുകൾ ഇന്ത്യ അധികാരത്തിൽ വന്നു. നമുക്കിനിയും മറ്റൊരു മാറ്റത്തിലൂടെ തന്നെ അവരെ അധികാരത്തിൽ നിന്ന് തുരത്തുവാനും സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിഭാഗീയതയും അകൽച്ചയും ഉണ്ടാക്കിയിട്ടാണ്, വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നത്. സാമ്രാജ്യത്വ ശക്തികളും അങ്ങനെ തന്നെയാണല്ലോ അവർ അധികാരത്തിൽ വന്നത്. വിഭാഗീയത ഉണ്ടാക്കി ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചു. കേട്ടില്ല? വിഭാഗീയതയും അകൽച്ചയും വെറുപ്പും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടാണ് അവർ അധികാരത്തിൽ വന്നത്. ഇന്ന് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ മോദിജിക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം. ഇവിടെ മോദിജിയാണ് അത് ഇവിടെ ഇല്ലാതാക്കിയതെന്നാണ് തങ്ങൾ പറയണ്ടേ. മോദിജി അധികാരത്തിൽ വന്നത് ഇവിടെ ഐക്യവും സമാധാനവും ഒക്കെ നശിപ്പിച്ച്, മതങ്ങൾക്കിടയിൽ വർഗീയത കുത്തിനിറച്ച്, ജനങ്ങളെ തമ്മിലടുപ്പിച്ച്, വിഭാഗീയത ഉണ്ടാക്കി അധികാരത്തിൽ വന്ന ആളെങ്ങനോടോ പിന്നെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക? അത് നശിപ്പിച്ചവനാണ് മോഡി എന്നാണ് പാണക്കാട് തങ്ങൾ പറയണ്ടേ. ആ നശിപ്പിച്ച മോഡിക്ക് പിന്തുണ കൊടുക്കണമെന്നാണ് കുരുവട്ടൂരിലെ കാട്ടുകള്ളൻ ഷെയ്ഖിന്റെ മുരീദായ കുഞ്ഞഹമ്മദും കാട്ടുകള്ളന്മാരും പറയണ്ടേ. ഇവര് പാണക്കാട് തങ്ങന്മാരെ വയ്യിലുണ്ടോ? ശംസുലമ പറഞ്ഞ് പാണക്കാട് തങ്ങന്മാര് പറഞ്ഞ് കേൾക്കണം, ഓല അംഗീകരിക്കണം, ഓല പിന്നിൽ നിൽക്കണം. ഞങ്ങൾ അന്നും ഇന്നും പാണക്കാട് തങ്ങന്മാരൊപ്പാണ്, ലീഗിന്റെ ഒപ്പാണ്, നിങ്ങൾക്ക് എന്താ അതിന് നഷ്ടം എന്നൊക്കെ ചോദിച്ചില്ലോ. പാണക്കാട് തങ്ങൾ പറയുന്ന ഘടകവിരുദ്ധല്ലേ നിങ്ങൾ ഇന്ന് ഗുരുവട്ടൂർ വെച്ച് പ്രസംഗിച്ച്? നിങ്ങളും പാണക്കാട് തങ്ങന്മാർ ബന്ധമുണ്ടോ? നിങ്ങൾ ശംസുലമയും ബന്ധമുണ്ടോ? ഒരു ബന്ധുല്ല കൈമാരെ. ലീഗേരും കേട്ടോളി, നിങ്ങളെ അടുപ്പിക്കണ്ട. ഇനിയും BJP അധികാരത്തിൽ വരണം എന്നാണ്, ഓർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നാണ് ആര് പറയണ്ടേ? ഈ കാട്ടുകള്ളന്മാർ പറയണ്ടേ. എത്ര പ്രസംഗമുണ്ട് പാണക്കാട് തങ്ങളത്, ഞാൻ ഇനിയും കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സാമ്പിളിന് മാത്രം. ഞാൻ ഇതിൽ തങ്ങൾ പറഞ്ഞു കാണണോ? ഞാൻ കേൾപ്പിച്ചരാ. ആറ്റപ്പൂ തങ്ങളുണ്ടല്ലോ. അങ്ങനെ പാണക്കാട് തങ്ങന്മാർ എക്കാലത്തും ഈ വർഗീയതക്കും ഈ ഫാസിസത്തിനെതിരിലും ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനും ഇവിടുത്തെ ഐക്യം തകർക്കാനും ശ്രമിക്കുന്ന ഈ ഫാസിസ്റ്റുകൾക്കെതിരാണ് സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് അനുകൂലമായിട്ട്, അവർക്ക് പിന്തുണയായിട്ടാണ് ഈ കാട്ടുകള്ളന്മാർ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. അത് എല്ലാവരും തിരിച്ചറിഞ്ഞോളി. ഇപ്പോൾ ഇവിടെ വെറുപ്പിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും അതിനെ അടിച്ചേൽപ്പിക്കുവാനുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഭീഷണി എന്നുള്ളത്. അപ്പോൾ ആ ഒരു വെറുപ്പിൻ്റെ സംസ്കാരം നമ്മൾ സ്വീകരിക്കണമോ, അതോ കാലങ്ങളായി നമ്മൾ തുടർന്നു വരുന്ന നന്മയുടെ സംസ്കാരത്തെ തന്നെ തുടർന്നു കൊണ്ടുപോകണമോ എന്നാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ അവശേഷിക്കുന്നത്. നമുക്കതാണ് തുറന്നു പറയുവാനുള്ളത്. ആ യാഥാർത്ഥ്യം മാത്രമാണ് നമുക്ക് തുറന്നു പറയുവാനുള്ളത്. കേരളം എന്നും ആ കാര്യത്തിൽ
മുൻപന്തിയിൽ നിന്നിട്ടൊരു സംസ്ഥാനമാണല്ലോ. കുഞ്ഞമ്മ കേട്ടോ, ഇന്ന് ഐക്യം പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ദാവത്ത് സൂഫിയയുടെ പിന്തുണ എന്നും എക്കാലത്തും ഉണ്ടാകും, അത് ഞങ്ങൾ അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഓലിവിടെ എക്കാലത്തും വിദ്വേഷവും വൈരാഗ്യവും അടിച്ചേൽപ്പിക്കുകയാണ് പാണക്കാട് തങ്ങൾ പറയണ്ടത്. എന്ത് പറയണ്ട എനിക്ക്? പാണക്കാട് തങ്ങൾ വന്നുകൊണ്ട് ഒക്കെ പൊളിച്ചു. ഇനിയിപ്പോൾ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കണോ അതല്ല പാണക്കാട് തങ്ങളെ സ്വീകരിക്കണോ? കാലഘട്ടത്തിൽ എൻ്റെ ഷെയ്ഖിനെ സ്വീകരിക്കണോ അതല്ല ശംസുലും പറഞ്ഞ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങന്മാരെ സ്വീകരിക്കണോ? അങ്ങനെ അവരാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് പാണക്കാട് തങ്ങന്മാർ എല്ലാവരും ഇവിടെ പഠിപ്പിച്ച കാര്യമാണ്. അതിനെതിരാണ് ഇന്ന് നിങ്ങൾ നടത്തിയത്. ഞങ്ങളാരും പറഞ്ഞിട്ട് വിശ്വസിക്കാതാണ്ട. പാണക്കാട് തങ്ങന്മാർ കള്ളം പറയോ? എനിക്ക് അഭിപ്രായം ഉണ്ടോ? എൻ്റെ ഷെയ്ഖിന് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയും. പാണക്കാട് തങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഒരു ഐക്യത്തിനും സമാധാനത്തിനും അഖണ്ഡതക്കും ഉൾക്കാർ നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത് പാണക്കാട് തങ്ങന്മാർക്കല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? പറയുമ്പോൾ ആലോചിച്ച് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും അറിയണ സത്യമല്ലേ? നിങ്ങൾ മാത്രം മുമ്പേ അങ്ങോട്ട് ചായവാ, അതാർക്കും അറിയാത്തേ. നരേന്ദ്രമോദി അവിടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അധികാരത്തിലേറിയതും അധികാരത്തിൽ വീണ്ടും വന്നതും. ഇത് നോക്കിക്കല അപ്പം നിങ്ങളെ പണി. ഞമ്മക്ക് വേണം പോകാൻ പാടില്ല. അപ്പോഴേക്ക് ഈ എന്തിനാണ് പോയി? അത് ആരാ ചോദിക്കുക? ഈ ആരാ? ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും സമ്മതം തരികയും ചെയ്ത ആരൊക്കെ കാണണോ അവരൊക്കെ കാണും. അതിനാരും ചൊറിയണ്ട. ഇവരോട് കൂടെ കൂടിയ ചിലർക്കും വലിയ അസുഖമുണ്ട്. ഒക്കെ അടങ്ങി നിന്ന് അല്ലെങ്കിൽ ശരിക്ക് കൊടുക്കും ഓരോന്നിനും. അയാൾക്ക് എന്താ ഇപ്പൊ നമ്മൾ പോകുന്നതിന് തടസ്സം? നിങ്ങളെ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പോരെ? ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയവരൊക്കെ കാണും. അതിന് അയാൾക്ക് എന്താ വിഷയം? നിങ്ങളെല്ലാവരും കൂടിയാലും ഇതൊന്നും ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നത് എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ഈ നിലപാട് കൃത്യമായി ഞങ്ങളെ പോക്ക് വരവ് ഞങ്ങളെ സൗകര്യം പോലെ ചെയ്യും. നിങ്ങൾക്കത് നിർത്താനോ ഒന്നിനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുന്ന പണി ചിലതുണ്ട്. അതെന്താ? ഉണ്ടായിസം. അതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കഴിയണ പണി.